എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മഹാഭാഗവത്തിന്റെ 47-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. 47-ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. അധ്യായമല്ല, എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ 5-ാമത്തേതായും 6-ാം സ്കന്ധത്തെ 5-ാമത്തെ കഥയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത് വൃത്താസുരന്റെ പൂർവ്വചരിത്രം അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് ലാസ്റ്റാണ്, 6-ാം സ്കന്ധത്തിന്റെ ലാസ്റ്റാണ്. അത് കഴിഞ്ഞാൽ 7-ാം സ്കന്ധമാണ്. ശ്രീശുകൻ വൃത്താസുരന്റെ മോക്ഷപ്രാപ്തിയെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ പരീക്ഷത്തിന് ഒരു സംശയം. രജോ ഗുണവും അസുര സ്വഭാവവുമായ വൃത്തന്റെ പേരിൽ ശ്രീഹരിക്ക് ഇത്ര താല്പര്യം തോന്നാൻ എന്തേ കാരണം? ശ്രീശുകൻ വൃത്തന്റെ പൂർവ്വജന്മചരിത്രം ഇപ്രകാരം പറഞ്ഞുകൊടുത്തു. ശ്രീശുകൻ വൃത്താസുരന്റെ മോക്ഷപ്രാപ്തിയെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ പരീക്ഷത്തിന് ഒരു സംശയം വന്നു. രജോ ഗുണവും അസുര സ്വഭാവമുള്ള വൃത്തന്റെ പേരിൽ ശ്രീഹരിക്ക് ഇത്ര താല്പര്യം തോന്നാൻ എന്തേ കാരണം? ചുമ്മാ മഹാവിഷ്ണു, ഒന്നാമത് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പ്രസാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി ശ്രീ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. ക്ഷിപ്രകോപിയുമാണ്. മഹാവിഷ്ണു അങ്ങനെയല്ല, രണ്ടും പതുക്കിയാണ്. ദേഷ്യവും മെല്ലെ വരുള്ളൂ. അത് കണ്ടില്ലേ ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശങ്ങളിലോ ആ മഹാഭാരത കഥയില് ഓരോ ദിക്കിലും ശ്രീകൃഷ്ണൻ കാണിക്കുന്ന ആ ക്ഷമാശീലം എത്ര ഉണ്ടെന്നൊന്നും അന്വേഷണം നോക്കൂ. എത്രമാത്രം ക്ഷമയിലേക്കാ പോകുന്ന അങ്ങ് അറ്റെത്തുമ്പോഴല്ലേ ശ്രീകൃഷ്ണൻ റിയാക്ട് ചെയ്യുള്ളൂ. അതുവരെ ശ്രീകൃഷ്ണൻ ഒന്നും ചെയ്യില്ല. അപ്പോ ഈ ക്ഷമയിലിന്റെ നെല്ലിപ്പലയ വരെ പോവും ആരെ? മഹാവിഷ്ണു. അതേമാതിരി തന്നെ മൂപ്പരെ സന്തോഷിപ്പിക്കാനും അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ മറ്റേ നാരായണ ഭട്ടതിരിപ്പാടില്ലേ, നാരായണ ഭട്ടതിരിപ്പാട് എത്ര കാലം കഷ്ടപ്പെട്ടു. ആ മറ്റേ വ്രതം എടുത്തിട്ടും അതും എടുത്തിട്ടും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ടും എത്ര കാലം അവിടെ ഗുരുവായൂരൻ സന്നിധിയിലെ മൂപ്പര് വ്രതം ഇരുന്നു. എന്നിട്ടല്ലേ അവസാന നിമിഷത്തിലല്ലേ അത് ശരിയായി കൊടുത്തുള്ളൂ. അതേപോലെ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രസാദിച്ചാൽ പിന്നെ പ്രസാദിച്ച പോലെ തന്നെ ഇരിക്കും. മറ്റുള്ള ദൈവങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ മഹാദേവനാണെങ്കിൽ പെട്ടെന്ന് പ്രസാദിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഭസ്മാസുരനൊക്കെ ഇല്ലേ, ഭസ്മാസുരനൊക്കെ വരം കൊടുത്തതൊക്കെ മഹാദേവനാണ്. കുറച്ചങ്ങള് അവര് തപസ്സങ്ങൾ ചെയ്യുമ്പോഴേക്കന്നെ മഹാദേവൻ സന്തോഷിക്കും, പോവും, അവർ ചോദിച്ച വരങ്ങൾ കൊടുക്കും. അവസാനം ഭസ്മാസുരൻ എന്തായി? ശിവനെ കൊല്ലാൻ വേണ്ടി പിന്നാലെ ഓടാൻ തുടങ്ങി. അപ്പോ വിഷ്ണു ആണെങ്കിൽ എല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ മുന്നോട്ട് എടുക്കുള്ളൂ, കാലെടുത്ത് വെക്കുള്ളൂ. അതേപോലെ തന്നെ ഏത് അവതാരത്തിലും അതുപോലെ തന്നെയാണ്. രാമാവതാരത്തിലും അതേ, കൃഷ്ണാവതാരത്തിലും അതേ. ആ കഥകളെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിഷ്ണുവിന്റെ ആ ക്ഷമാശീലം ആ എല്ലാ അവതാരമൂർത്തികളിലും അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അവതാരമൂർത്തിയിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ ആ ക്ഷമാശീലവും ആ സഹിക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു സ്വഭാവവും. അപ്പോ എന്തുകൊണ്ടാണ് വിഷ്ണു ഈ ഇത്ര താല്പര്യം തോന്നാൻ എന്താ കാരണം? എന്തെങ്കിലും കാരണമില്ലാണ്ട് വിഷ്ണു ചെയ്യില്ലല്ലോ. ബാക്കിയുള്ള ദൈവത്തിന്റെ മനയല്ലല്ലോ. എന്തായാലും നല്ലോണം ചെയ്ത ശേഷം മാത്രമേ മുമ്പ് പ്രസാദിക്കുള്ളൂ. അങ്ങനെ പ്രസാദിക്കണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം കാണും. ശ്രീശുകൻ വൃത്തന്റെ പൂർവ്വചരിത്രം ഇപ്രകാരം പറഞ്ഞു കൊടുത്തു. അപ്പോ ശ്രീശുകൻ ആ വൃത്താസുരന്റെ കഥ പൂർവ്വചരിത്രം ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങി. പണ്ട് സൂര്യസേനൻ എന്ന രാജ്യത്ത് ചിത്രകേതു എന്ന പേരുകേട്ട ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. പണവും പദവിയും പ്രശസ്തിയും എല്ലാം തികഞ്ഞ അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ടും ചിത്രകേതുവിന് ഒരു പുത്രൻ ജനിച്ചില്ല. ഈ ചിത്രകേതു എന്ന് പറഞ്ഞൊരു പണ്ട് ഒരു ചിത്രകേതു പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് സൂര്യസേനൻ എന്ന രാജ്യത്ത് ചിത്രകേതു എന്ന് പേരുകേട്ട ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. രാജാവല്ല, ചക്രവർത്തി. പണവും പദവിയും പ്രശസ്തിയും എല്ലാം തികഞ്ഞ അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു ചിത്രകേതു. എന്നിട്ടും ചിത്രകേതുവിന് ഒരു പുത്രൻ ജനിച്ചില്ല. സന്താന ദുഃഖം സഹിക്കാതെ ചിന്താമഗ്നായി കാലം കഴിക്കുമ്പോൾ ബ്രഹ്മപുത്രനായ അഗ്നിരസ്സു മുനി അവിടെ കയറിച്ചെന്ന് ചിത്രകേതു ഭക്തി ബഹുമാനത്തോടെ മഹർഷിയെ യഥാവധി പൂജിച്ചിരുത്തുകയും
തന്റെ ദുഃഖപരിഹാരത്തിന് മാർഗമാരായുകയും ചെയ്തു. അങ്ങേർക്കൊരു പുത്രൻ ഉണ്ടാവാനും എന്നനുഗ്രഹിച്ച് അങ്കിരസ് മുനി പോയി. അങ്ങനെ നമ്മുടെ ചിത്രകേതുവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കുറെ ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷെ അങ്ങേർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. സന്താന ദുഃഖം സഹിക്കാതെ ചിന്താമഗ്നായി കാലം കഴിക്കുമ്പോൾ സന്താന ദുഃഖം, സന്താനമില്ലല്ലോ എന്ന ദുഃഖം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കാലം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ പുത്രനായ അങ്കിരസ് മുനി അവിടെ കയറി ചെന്നു. ചിത്രകേതു ഭക്തിബഹുമാനത്തോടെ മഹർഷിയെ യഥാവിധി പൂജിച്ചിരുത്തുകയും തന്റെ ദുഃഖപരിഹാരത്തിന് മാർഗമാരായുകയും ചെയ്തു. അങ്ങേരൊരു പുത്രൻ ഉണ്ടാവും എന്നനുഗ്രഹിച്ച് അങ്കിരസ് മുനി പോയി. അങ്ങനെ നിങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് അങ്കിരസ് മുനി അനുഗ്രഹിച്ചിട്ട് അങ്കിരസ് മുനി പോയി. യഥാകാലം ആദ്യ ഭാര്യയായ കൃതവിദ്യ സുന്ദരനായ ഒരു പുത്രനെ പ്രസവിച്ചു. ആ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ആദ്യ ഭാര്യയായ കൃതവിദ്യ സുന്ദരനായ ഒരു പുത്രനെ പ്രസവിച്ചു. രാജാവും പ്രജകളും ആഹ്ലാദപരരാവുകയും ചെയ്തു. രാജാവും പ്രജകളും ഭയങ്കര സന്തോഷമായി. കുറെ കാലം കഴിഞ്ഞ് കൊച്ചുണ്ടാവണമല്ലേ, ഭയങ്കര സന്തോഷമായി. അതിപ്പോ നമ്മുടെ ഇടയിലും അതെ, നമുക്ക് കുറെ കാലങ്ങളായിട്ട് കൊച്ചുങ്ങളൊന്നും ഉണ്ടാവാത്ത ആൾക്കാർക്ക് ഒരു വയസ്സായ കാലത്താണെങ്കിലും ഒരു കൊച്ചുണ്ടാവുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊരു പ്രത്യേക സന്തോഷമാണ്. കുട്ടി വളർന്നു വന്നതോടൊപ്പം സപത്നിമാരുടെ ഇടയിൽ അസൂയയും വളർന്നു വന്നു തുടങ്ങിയില്ലേ. പെണ്ണുങ്ങൾക്ക് അസുഖം. കുട്ടി വളർന്നു വന്നപ്പോഴേക്കിന്നെ പെണ്ണുങ്ങളുടെ ഇടയിലെ അടി തുടങ്ങി. കുശു വേറെ പണിയൊന്നുമില്ലല്ലോ. തിന്നുക കടന്നുറങ്ങുക മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കുശു തുടങ്ങാണ്ട് എന്താ? ഇപ്പോഴത്തെ ഈ ജനറേഷനില് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഈ മറ്റേ ഏഷണിയും കുശുമ്പൊക്കെ വളരെ കുറവാണെന്നായിരിക്കണം. എനിക്കറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ഉണ്ടാവില്ല. കാരണം ദേ ആർ എൻഗേജ്ഡ്. അവരെങ്കേജാണ്. അവർ പണിത്തിരക്കുണ്ട്, ജോലിയുണ്ട്, പല കാര്യങ്ങളും നോക്കണം, വീട്ടുപണി നോക്കണം. കാരണം ഇനിയും ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ ദിക്കിലും എത്തിയിട്ടില്ല. ഇപ്പോഴും ആണുങ്ങളുടെ വിചാരം ആണുങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, വീട് പണി ഒന്നും ചെയ്യേണ്ട, സുഖമായി ഇങ്ങനെ ഇരിക്കുക, വരിക, ചാപ്പാട് കഴിക്കുക, പോവുക. അത് മാത്രമേ ഉള്ളൂ പണി എന്ന് വിചാരിച്ചത്. പുറത്ത് പോവുക, ജോലി എടുക്കുക, ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക, വരിക. അത് മാത്രമല്ല. അതിങ്ങനെ മാറിക്കൊണ്ട് വരികയാണ്. ഇനി ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ അതൊക്കെ മാറിക്കൊണ്ട് വരും. ഈ പുതിയ ജനറേഷനുകൾ കയറി ഫാമിലി ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഒന്നിച്ചിരുന്നാലേ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പുറത്തെ മാത്രം. ഇതിപ്പോ പെണ്ണുങ്ങൾക്ക് എന്താ പണി? വീട്ടുപണി ചെയ്യണം, കുട്ടിയെ നോക്കണം, അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം, തിരിച്ചു വന്ന് ആദ്യം തിന്നാണ്ടാക്കണം. ഇതൊക്കെ ഉണ്ട് പരിപാടി. ഒരു മനുഷ്യനല്ലേ? അപ്പൊ ആണുങ്ങൾ ഇത് മനസ്സിലാക്കി പ്രവൃത്തിയെടുത്തിട്ടില്ലെങ്കിൽ അതാണ് ഈ കുറെ ഡൈവേഴ്സ് കേസുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നത്. എന്താ? ആണുങ്ങൾ ആ പണ്ടത്തെ പെഡസ്റ്റൽ, നമ്മുടെ പണ്ട് എന്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കോഴ്സിന് ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മുടെ ഈ എന്താ പറയാ, ഈ പോണ്ടിച്ചേരിയിൽ ഒരു കോഴ്സിന് പോയിട്ടുണ്ട്. ദാപ്തേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സൈക്കാട്രിസ്റ്റ് അല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോഴ്സ് ആയിരുന്നു. അത് 1 വീക്ക് കോഴ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫ്രം ജൂനിയർ ലെവലിൽ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസർ മുതൽ സീനിയർ മോസ്റ്റ് ആയിട്ട് MD അടുത്ത് വരെ, CNMD ഇല്ല, അതിന്റെ അടുത്ത് വരെ ഡയറക്ടർ വരെയുള്ള ആൾക്കാർ ആ കോഴ്സിലുണ്ടായിരുന്നു, പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ജൂനിയർ മോസ്റ്റ് ഓഫീസർ മുതൽ അങ്ങേ അറ്റം ഡയറക്ടർ വരെയുള്ള ആൾക്കാർ അതിൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. കസാലില്ല. ഈ റൂമിലിട്ടോ 5 സ്റ്റാർ ഹോട്ടലിലാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പോണ്ടിച്ചേരിയിട്ട് ടാറ്റയുടെയോ ബിർളയുടെയോ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട് അവിടെ. അതിലാണ് താജിന്റെ കണക്റ്റഡ് ഉണ്ട്, താജിന്റെ കണക്റ്റഡ് ഉണ്ട്. അതിന് 5 സ്റ്റാർ ഹോട്ടലിലാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇതൊരു ഹോളായിരുന്നു, എയർ കണ്ടീഷൻ ഹോളാണ് കേട്ടോ. നീ എയർ കണ്ടീഷൻ ഇല്ലാണ്ടിരുന്നില്ല, എയർ കണ്ടീഷൻ ഇല്ലെങ്കിൽ പറ്റില്ല ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി. എയർ കണ്ടീഷൻ ഹോളായിരുന്നു. പക്ഷെ അതിനകത്ത് മേശയില്ല, കസാലയില്ല. കുറെ മെത്തപ്പായുണ്ട്, കുറെ തലോണി ഇട്ടിട്ടുണ്ട്. ഇതിനകത്താണ് ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ കോഴ്സിനെ തുടങ്ങി, ഓരോ കോഴ്സിനെ തുടങ്ങി, ഓരോരുത്തരും അവനവനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വീരശൂര പരാക്രമിയാണ്, ഞാൻ മാനേജറാണ്, ഞാൻ ഡയറക്ടറാണ്, ആനയാണ്, ചേനാണ്. അങ്ങനെ ഓരോരുത്തർ സെൽഫ് ഇൻട്രഡക്ഷൻ ഉണ്ടല്ലോ. ആദ്യം തുടക്കുമ്പോൾ നമ്മളൊരു ഏത് കോഴ്സിനാണെങ്കിലും ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ സെൽഫ് ഇൻട്രഡക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ അതാണ്, ഞാൻ ഡയറക്ടറാണ്, വലിയ ആളാണ്. അങ്ങനെ എല്ലാ ഡയറക്ടർമാരൊക്കെ ഞാനാണ്, എന്റെ കയ്യിലാണ് മുഴുവൻ, എന്റെ പോക്കറ്റിലാണ് എല്ലാം ഇരിക്കണത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലൊക്കെ ഉള്ള ആൾക്കാരാണ് മുഴുവൻ. ജൂനിയർ ഓഫീസിന് പാവം ഇപ്പൊ ചേർത്തിട്ടേ ഉള്ളൂ.
അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചു, ഞാൻ ജോലി കിട്ടി, എനിക്കിപ്പോൾ 6 മാസമായി. അപ്പൊ അതിൻ്റെതായ ആ ജൂനിയർ ടു സീനിയറിന്റെ ആ ലെവലുണ്ടല്ലോ, ആ ലെവൽ അനുസരിച്ചാണ് ഓരോരുത്തരുടെ പ്രസന്റേഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഒരു ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ ഈ മാറ്റർ പലതും വരും. ഒരു ടോപ്പിക് ലെസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. കാരണം ടോപ്പിക് ഒന്നുമില്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒന്നുമില്ല അത്. അങ്ങനെ തുടങ്ങി നമ്മൾ തുടങ്ങില്ലേ. ഈ മറ്റേ ഈ ചില പ്രീച്ചേഴ്സ് ഒക്കെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ എന്താ പറയാ ചിന്മയാനന്ദന്റെ ഒക്കെ ടോക്കൊക്കെ ഇല്ലേ, അങ്ങനെ തുടങ്ങും. ടോക്ക് അങ്ങനെ തുടങ്ങി. ചിന്മയ മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കിയുള്ളവരും സംസാരിക്കില്ല. അങ്ങനെയാണ് അവരുടെ ടോക്ക് വേറെ, ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഇതങ്ങനെ എല്ലാവരും ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ ഇതിന് ആദ്യം സെൽഫ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു പിന്നെ ഓരോ പ്രോബ്ലംസ് എന്താണ്, അതാണ്, ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഇത്, ജോലി എന്താണ്, ജോലിയിൽ എന്താണ് മുന്നേറ്റം, ജോലി എന്താ ചെയ്യുന്നത്, എന്താണ്. അപ്പൊ ചിലർക്ക് ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാരുണ്ട്, സക്സസ് ആയ ആൾക്കാരുണ്ടല്ലോ അതിനകത്ത്. അപ്പൊ സക്സസ് ആയ ആൾക്കാർ പറഞ്ഞു ഞാൻ കമ്പനി അങ്ങനെയാണ്, എന്റെ കമ്പനി ഇങ്ങനെ, എന്റെ കമ്പനി അങ്ങനെ സ്നേഹിച്ചു, കമ്പനി അങ്ങനെ നോക്കി എന്നെ ഓണർ ചെയ്ത എന്നൊക്കെ അവര് പറഞ്ഞു. സക്സസ് ആയ അവിടെ ഈ എന്താ പറയുക ഡിജക്റ്റഡ് ആയ ആൾക്കാരുണ്ടല്ലോ, അതായത് ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാർ, അവർ പറഞ്ഞു കമ്പനി എന്നെ സഹായിച്ചില്ല, എന്റെ പൊട്ടൻഷ്യൽ അവർ ശരിക്കും മനസ്സിലാക്കിയില്ല, അവര് പലതരത്തിൽ എന്നെ ദ്രോഹിച്ചു, അങ്ങനെയാണ് ചേനയാണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പറഞ്ഞു. അങ്ങനെ 1, 2, 3 ദിവസം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു. പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആവണം. ഈ ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പറയും ഇതാത്തെ ഒരു ദിവസം വന്ന് പറഞ്ഞു ഞാൻ എന്താ പറയാൻ പറഞ്ഞ കഥ ഞാൻ അധികം കൂടുതൽ കൊണ്ടുപോകുന്നില്ല, ഞാൻ ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. എന്താ കാരണം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ചില ഡയറക്ടർമാരിങ്ങനെ ഇരുന്നിട്ട് കണ്ടിരിക്കും. അപ്പൊ കസാലയൊന്നുമില്ലല്ലോ, കസാലയില്ല, മത്തപ്പായ തലോണയാണ് ഉള്ളത്. എല്ലാവർക്കും മെത്തപ്പായ തലോണയാണ്. ഈ തലോണ 1, 2 തലോണ അവിടെ ഇവിടെയൊക്കെ വെക്കാം, അത്രയല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. ചുമരിലെ ചാരി ഇരിക്കാനും പാടില്ല, റിലാക്സ് ചെയ്തിരിക്കാൻ പാടില്ല, അത് വേറെ കാര്യം, അത് വേറെ ഉണ്ട്. അപ്പൊ 3-4 ദിവസം കഴിയുമ്പോ പിന്നെയും ഈ ഡയറക്ടർമാരെ ഡയറക്ടർ ആ ലെവലിലേ സംസാരിക്കുള്ളൂ. ഡയറക്ടർമാരെ ലെവലും ജൂനിയർ ജൂനിയറിന്റെ ഓഫീസറുടെ ലെവലുമാണ് സംസാരിക്കുള്ളൂ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ സംസാരിക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പറഞ്ഞു come out from the pedestal. come out from the pedestal. ഒരു ഡയറക്ടർ ഒരു ഫയറിംഗ്, you please come out from the pedestal and talk, you are still sitting on the pedestal, come out from the pedestal. നോട്ട് അയാളുടെ 2 ഫയറിംഗ് ഡയറക്ടർ പേടിച്ച് മൂത്രം ഒഴിച്ചില്ലാതെ ഉള്ളൂ. അപ്പൊ അതുപോലെ ഞാനിവിടെ പറയാൻ കാരണം ആ പെഡസ്റ്റൽ ഇടയിൽ അസൂയ വളർന്നു വന്നു. ഭർത്താവിന് ആദ്യമായി മാത്രമേ ഇഷ്ടമുള്ളൂ. ആ ഓരോരുത്തരുടെ സുന്ദരമായ പുത്രനെ പ്രസവിച്ച രാജാപതികളും ആഹാരം കഴിഞ്ഞു. കുട്ടി വളർന്നു വന്നപ്പോഴേക്കും സപത്നിമാരുടെ ഇടയിൽ അസൂയയും വളർന്നു വന്നു. ഭർത്താവിനും ആദ്യ ഭാര്യയെ മാത്രമേ ഇഷ്ടമുള്ളൂ, തങ്ങളെ ഇഷ്ടമല്ല എന്ന് അവർ വിചാരിച്ചു. ഈ കുട്ടി ജീവിച്ചിരുന്നാൽ ഭർത്താവ് നമ്മളെ ഒട്ടും വില വെക്കില്ല എന്നുള്ള വിചാരം വർദ്ധിച്ചു വന്നു. ഒരു ദിവസം ആരും അറിയാതെ അവർ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. പാവം കൃതവിദ്യ, കുട്ടി മരിച്ചു വരും പറഞ്ഞ് മോഹാലസ്യപ്പെട്ടു പോയി. സപത്നിമാരും നെഞ്ചത്തെടുത്ത് നിലവിളിച്ചു, അല്ലെങ്കിൽ അവരെ സംശയിച്ചാലോ. ഈ കുട്ടി വളർന്നിങ്ങനെ വരുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ഭാര്യമാർക്കൊക്കെ ഭയങ്കര അസൂയ. കാരണം ഈ കൊച്ചിനെ മാത്രമേ രാജാവ് സ്നേഹിക്കുള്ളൂ, ഈ കൊച്ചുണ്ടായ ആ ഭാര്യയെ മാത്രമേ മറ്റേ രാജാവ് സ്നേഹിക്കുള്ളൂ എന്നുള്ള വിചാരം ബാക്കിയുള്ള സ്ത്രീകളിലൊക്കെ ഭയങ്കരമായി പിടികൂടി. അത് വരുമല്ലോ, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അത് വരും, മനസ്സിലായില്ലേ. അപ്പൊ പെട്ടെന്ന് ആദ്യ ഭാര്യമാരെ ഇഷ്ടമുള്ളൂ, ഞങ്ങളൊന്നും ഇഷ്ടമല്ല പോട്ടെ, ഇവരെന്ത് ചെയ്തൊരു ഒരു പ്ലാൻ ചെയ്തിട്ട് ആ കൊച്ചിനെ വിഷം കൊടുത്തു കൊടുക്കും. പാവം കൃതി കുട്ടി മരിച്ചു വരും പറഞ്ഞ് മോഹാലസ്യപ്പെട്ടു പോയി. സപ്തപത്നിമാരും നിരന്തരം നിലവിളിച്ചു. അവരും എല്ലാ ഭാര്യമാരും നെഞ്ചത്തെടുത്ത് നിലവിളിച്ചു, അല്ലെങ്കിൽ അവർ സംശയിച്ചാലോ. ഈ നമ്മുടെ ഈ ഇടയ്ക്ക് ആ പാമ്പ് കൊത്തിച്ചു കൊന്ന ഒരു വിരുദ്ധനില്ലേ, ഭാര്യയെ പാമ്പ് കൊണ്ട് കൊത്തിച്ചു കൊന്ന വിരുദ്ധൻ, അവന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആ വിധി പറയുന്ന ദിവസം അവന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അവനൊരു വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ, എന്താ ഒരു ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ, അത് അവനെ സംശയിക്കാതിരിക്കാൻ വേണ്ടി അവൻ പലതരത്തിലുള്ള നുണകളും പലതും പറഞ്ഞുകൊണ്ട്. അതുപോലെ ഈ പെണ്ണുങ്ങളും നെഞ്ഞത്തെടുത്ത് നിലവിളിച്ചു, അല്ലെങ്കിൽ അവരെ സംശയിച്ചാലോ. ചിരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവര് സംശയിക്കില്ലേ, പിടിച്ചോണ്ടൂല്ലേ, അവിടെ നെഞ്ഞത്തെടുത്ത് അവർ നിലവിളിച്ചു. ബഹളം കേട്ട് രാജാവ് എത്തി. അദ്ദേഹം ഉറക്കെ അങ്ങ് കരഞ്ഞുപോയി. എത്ര മോഹിച്ച് കിട്ടിയതാണ് ആ കുമാരനെ. ആ കുമാര, നീ എന്തേ ഞങ്ങളെ വിട്ടുപോകാൻ?
രാജാവ് ഇത് കേട്ടൊരു നെഞ്ചത്തെറിച്ചാണ് കരഞ്ഞു. ആണുങ്ങൾ കരയണത് വളരെ റെയറാണ്. ആണുങ്ങൾ അത് പല ആണുങ്ങളും കരയാറില്ല. 98% ആണുങ്ങൾക്കും കരയാനില്ല. അങ്ങനെയാണ് അവരുടെ ഹോർമോണിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. പെണ്ണുങ്ങൾ കരയണ പോലെ ആണുങ്ങൾ കരയും കണ്ടിട്ടുണ്ടോ? ഇല്ല, വെരി റെയർ. അപ്പൊ രാജാവ് സഹിക്കാൻ പറ്റിയില്ല, അത്ര സങ്കടമായിരുന്നു. അതുകൊണ്ട് രാജാവ് കരഞ്ഞുപോയി. ചില നിമിഷങ്ങളിൽ മാത്രമേ നമുക്ക് കരയുള്ളൂ, ആണുങ്ങൾ കരയുള്ളൂ. അല്ലെങ്കിലും മിക്കവാറും കരയില്ല, കടിച്ചു അമർത്തി നിർത്തും. മനസ്സിലായില്ല? അത് നമ്മുടെ ഹോർമോണിന്റെ സെക്രീഷന്റെ ആയിരിക്കാം, ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നമുക്കൊരു അങ്ങനെ ഒരു കഴിവ് കിട്ടിയത്. അത്രയേ ഉള്ളൂ. ആ കുമാര നീ എന്തേ ഞങ്ങളെ വിട്ടു പോകാൻ? ആ കുമാര നീ എന്തേ ഞങ്ങളെ വിട്ടു പോകാൻ? നാരായണ നാരായണ. ആരെ? നാരദമുനിയോ? അങ്കിരസുമുണ്ട് കൂടെ. രാജാവ് അവരുടെ കാൽ കെട്ടിപ്പിടിച്ചങ്ങ് കരയാൻ തുടങ്ങി. അങ്കിരസിന് മുനി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് പുത്രന് വേണ്ടി ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വന്ന് ഒരു പുത്രനുണ്ടാവാൻ ആഗ്രഹിച്ചു പോയത്. പുത്രനുണ്ടായപ്പോൾ ആ ദുഃഖം തീർന്നു. ഇപ്പോൾ പുത്രൻ മരിച്ച ദുഃഖമാണ്. സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം മായ കൊണ്ട് തോന്നുന്നതാണ്. ഭഗവത് ഭക്തി കൊണ്ട് മായയെ ജയിപ്പിച്ചാൽ പിന്നെ ജനനമില്ല, മരണമില്ല, സുഖമില്ല, ദുഃഖമില്ല, നിത്യശാന്തി മാത്രം. നാരായണ നാരായണ. ആര്? നാരദമുനിയോ? നാരദമുനി എത്തി, അവിടെ എത്തി. നാരദമുനിക്ക് അറിയാം ഈ പെണ്ണുങ്ങൾ പറ്റിച്ച പണി. അങ്ങിരസും ഉണ്ട് കൂടെ. ആരെ? പഴയ മുനി, മറ്റേ മുനിയുണ്ട്, ആ അനുഗ്രഹം കൊടുത്ത മുനിയുണ്ട് ഒപ്പം. രാജാവ് അവരുടെ കാൽ കെട്ടിപ്പിടിച്ചങ്ങ് കരയാൻ തുടങ്ങി. രാജാവ് അവരെ കണ്ടില്ലേ, ആ ദുഃഖ സമയത്താണ് അവർ ചെന്നത്. അവർ കാല് കെട്ടിപ്പിടിച്ചങ്ങനെ കരയാൻ തുടങ്ങി. അങ്ങിരസ് മുനി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് പുത്രന് വേണ്ടി ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വന്ന് ഒരു പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിച്ചു പോയത്. പുത്രൻ ഉണ്ടായപ്പോൾ ആ ദുഃഖം തീർന്നു. ഇപ്പോൾ പുത്രൻ മരിച്ച ദുഃഖമാണ്. സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം മായ കൊണ്ട് തോന്നുന്നതാണ്. സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം മായ കൊണ്ട് തോന്നുന്നതാണ്. ഭഗവത് ഭക്തി കൊണ്ട് മായ ജയിച്ചാൽ പിന്നെ ജനനമില്ല, മരണമില്ല, സുഖമില്ല, ദുഃഖമില്ല, നിത്യശാന്തി മാത്രം. അതാണ് സന്യാസിമാരൊക്കെ ഇന്ന് കണ്ടിട്ടില്ലേ? സന്യാസിമാരൊക്കെ അവർക്ക് നിത്യശാന്തിയാണ്. അവർക്ക് ജനനം മരണത്തെ പറ്റി ഭയമില്ല, മറ്റേ ദുഃഖത്തിനെ പറ്റി ഒരു ദുഃഖവുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ? അതിലൊക്കെ അതീതമാണ്. അവരൊക്കെ അതിന്റെ മേലെ വെറും താടി വളർത്തി സന്യാസിയല്ല പറഞ്ഞ കേട്ടോ. ഒരു താടി വളച്ചിട്ട് വലിയ ചന്ദനക്കൂരി, ഇവിടുന്ന് ഒരു മഞ്ഞക്കൂരി, അതിന്റെ ഒപ്പം ചുവപ്പ് കൂരി, അതിന്റെ അപ്പുറം അതിന്റെ മുകളിലൊരു നല്ലൊരു എന്താ പറയാ ചന്ദനക്കൂരി, ഇതൊക്കെ ഇട്ടിട്ട് ഒരു താടി നീണ്ട് നമ്മുടെ ടാഗോറിനെ പോലെ ഇങ്ങനെ നീണ്ട് വളർത്തിക്കഴിഞ്ഞാൽ അത് സന്യാസി എന്ന് പറഞ്ഞാൽ കള്ള സന്യാസികളുണ്ടാവും അതിനകത്ത്. റിയൽ സന്യാസി പറഞ്ഞ ശരിക്കും സന്യാസം സ്വീകരിച്ചിട്ട് ആൾക്കാർക്ക് അവർക്ക് ദുഃഖമില്ല, അവർക്ക് മരണത്തിനെ പറ്റി ഭയമില്ല, അങ്ങനത്തെ ആൾക്കാരായി മാറും. ഇപ്പൊ നമ്മുടെ ഈ ഹിമാലയ പർവ്വതത്തിൽ എത്രയോ സന്യാസിമാരുണ്ടെന്ന് പറയണേ. ഈവൻ നമ്മുടെ നരേന്ദ്രമോദി സാറ് ഹിമാലയത്തിൽ പോയിട്ട് എന്തോ മൂപ്പര കട കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന പാർട്ടിയാണ്. എന്താ മൂപ്പര് ബാക്ക്ഗ്രൗണ്ട് എനിക്കത്ര അറിയില്ല. അവിടെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള ആൾക്കാർ സന്യാസിമാര് കുളിക്കുന്നുണ്ടോ? രാവിലെ എണ്ണിട്ട് കൂടി ഹിമാലയത്തിന്റെ ഈ ഐസിന്റെ ഇടയിൽ നിന്ന് ദേഹത്തിൽ ഒരു മുണ്ടോ തുണിയോ ഒന്നും ഇല്ലാണ്ട് വെറും മുണ്ട് മാത്രം, അടിയിൽ മാത്രം മറയ്ക്കാൻ വേണ്ടി, ആ എന്താ പറയാ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മുണ്ട് മാത്രം എടുത്തിട്ട് അവരാണ് രാവിലെ എണ്ണിട്ട് കുളിച്ച് ജപിക്കാൻ പോകുന്നത്. അവർക്ക് ആ മനസ്സിന്റെ ശക്തിയാണത്. മനസ്സിന്റെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തിയാണ്. മനുഷ്യന് പല ശക്തികളുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടേ. മനുഷ്യനാണ് എല്ലാ ശക്തിയും. നമ്മൾ അമ്പലത്തിൽ പോണത് നമ്മുടെ ഈ ശക്തിയായിട്ടുള്ള ആൾക്കാർ അവിടെ ചെല്ലുകൊണ്ടുള്ള ആ ദൈവത്തിന് അത്രയും പവർ അവിടെ കിട്ടുന്നത്. മനുഷ്യൻ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് അമ്പലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്പലത്തിന് പ്രത്യേകമായിട്ടൊരു ഇതൊന്നുമില്ല. അവിടെ ആ ചൈതന്യം മുഴുവൻ നമ്മളെമാരുള്ള മനുഷ്യന്മാർ അവിടെ പോകുന്നതാണ്. ദിവ്യന്മാർ പോകുന്നു, പലവരും അവിടെ പോകുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, അത് റീട്രാൻസ്മിറ്റ് ചെയ്യാണ്. അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കും. അപ്പോ എന്തു പറഞ്ഞിട്ടും രാജാവിന് ദുഃഖം തീരുന്നത് കണ്ടപ്പോൾ നാരദ മഹർഷി തന്റെ യോഗവിദ്യ ഉപയോഗിച്ച് കുട്ടിക്ക് ക്ഷണനേരത്തേക്ക് ജീവൻ നൽകി. ആ കുട്ടിയെ കൊണ്ട് തന്നെ രാജാവിന് ജ്ഞാനോപദേശം കുറിപ്പിച്ചു. പിന്നെ നാരദൻ ചിത്രകേതുവിനെ വേദവിദ്യാമന്ത്രം ഉരുവിടാൻ ഉപദേശിച്ചു കൊടുത്തതോടെ രാജാവ് അല്പം ആശ്വാസമായി. അപ്പൊ ഇത് ഒരു തരത്തിലും സങ്കടം മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ നാരദമുനി അവനെ കുറച്ചു നേരം ഒന്ന് ജനിപ്പിച്ചു, ജീവൻ കൊടുത്ത് രാജാവൻ അവൻ തന്നെ ഉപദേശിച്ചു. ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഉപദേശിച്ച് രാജാവിന് കുറച്ച് ഇതായിപ്പോയി, മൂപ്പര് കുറച്ച് സാന്ത്വനമായിപ്പോയി. ജ്ഞാനോപദേശം കൊടുത്തു. പിന്നെ നാരദൻ ചിത്രകേതുവിന് വേദവിദ്യാ മന്ത്രം ഉരുവിടാൻ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് രാജാവ് അല്പം ആശ്വാസമായി.
മുനിമാർ മറഞ്ഞ ശേഷം ചിത്രകേതു പുത്രന് വേണ്ടി ശേഷക്രിയകൾ ചെയ്തു തീർത്തു. സർവസ്വം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു. മഹാമേരു പർവ്വതത്തിൽ പ്രശാന്ത സുന്ദരമായ ഒരരുവിക്കരയിൽ നാരദൻ പറഞ്ഞുകൊടുത്ത മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ശ്രീഹരിയെ ഭജിക്കാൻ തുടങ്ങി. മുനിമാർ മറഞ്ഞ ശേഷം ചിത്രകേതു പുത്രന് വേണ്ട ശേഷക്രിയകൾ ചെയ്തു തീർത്തു. എല്ലാ ശേഷക്രിയകളും ചെയ്തു തീർത്തു. സർവസ്വം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹാമേരു പർവ്വതത്തിന്റെ പ്രശാന്ത സുന്ദരമായ ഒരു അരുവിക്കരയിൽ നാരദൻ പറഞ്ഞുകൊടുത്ത മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ശ്രീഹരിയെ ഭജിക്കാൻ തുടങ്ങി. ശ്രീഹരിയെ അങ്ങനെ ഭജിക്കാൻ തുടങ്ങി. 7 ദിവസം ഭജിച്ചപ്പോഴേക്കും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ വിദ്യാധര പദവികയിലേക്ക് ഉയർത്തുകയും ചെയ്തു. അതിനുശേഷം മഹാവിഷ്ണുവിനാൽ സമ്മാനിക്കപ്പെട്ട അതിവിശിഷ്ടമായ വിമാനത്തിൽ വിദ്യാധര തരുണിമാരുമൊത്ത് ശ്രീഹരിയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. 7 ദിവസം ഭജിച്ചപ്പോഴേക്കും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ വിദ്യാധര പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. അതിനുശേഷം മഹാവിഷ്ണു സമ്മാനിക്കപ്പെട്ട അതിവിശിഷ്ടമായ വിമാനത്തിൽ വിദ്യാധര തരുണിമാരുമൊത്ത് ശ്രീഹരിയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ കൈലാസത്തിന്റെ മേലെ പറന്നു പോകുമ്പോൾ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് കുത്തിമിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് തത്വോപദേശം പകർന്നു കൊടുക്കുന്നത് കണ്ടു. ആ രംഗം ചിത്രകേതു രസിച്ചില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇത്രയധികം ഭക്തന്മാർ ഭക്തോപദേശം ചെയ്യുന്ന അവസരത്തിലും പാർവതീദേവി മടിയിൽ തന്നെ ഇരിക്കുന്നത് എന്ന് പരിഹാസരൂപത്തിൽ പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ കൈലാസത്തിന്റെ മേലെ പറന്നു പോകുമ്പോൾ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് ചുറ്റുമിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് തത്വോപദേശം പകർന്നു കൊടുക്കുന്നത് കണ്ടു. ആ രംഗം ചിത്രകേതു പിടിച്ചില്ല. കണ്ടില്ലേ, ഇത്രയധികം ഭക്തന്മാർക്ക് ഭക്തോപദേശം ചെയ്യുന്ന അവസരത്തിലും പാർവതീദേവി മടിയിൽ തന്നെ ഇരിക്കുന്നത് എന്ന് പരിഹാസരൂപത്തിൽ പറഞ്ഞു. അത് കേട്ട് ശ്രീശങ്കരൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നാൽ പാർവതീദേവിക്കാവട്ടെ സഹിക്കാനാവാത്ത കോപമാണ് വന്നത്. തന്നെയും ഭഗവാനെയും വിമർശിക്കാൻ ഇയാൾക്ക് എന്തവകാശം? പെണ്ണുങ്ങൾക്ക് തുടങ്ങി സൂപ്പർ. ആ പറഞ്ഞതാരായാലും അവൻ ഒരസുരനായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആ പറഞ്ഞതാരാണെങ്കിലും അവൻ ഒരു അസുരനായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ചിത്രകേതുവിനെ പാർവതിയുടെ ശാപവാക്കിയിട്ടിട്ട് യാതൊരു സങ്കോചവും ഉണ്ടായില്ല. ഉടനെ വിമാനത്തിൽ നിന്നിറങ്ങിച്ചെന്ന് പാർവതി പരമേശ്വരി ഭക്തിപുരുഷനും കൈകൂപ്പി വണങ്ങിയ ശേഷം ദേവിയോടായി പറഞ്ഞു, ദേവി, അവിടുത്തെ ശാപവാക്കുകൾ ഞാൻ ശിരസാ വഹിക്കുന്നു. ശാപമോക്ഷം ഞാൻ കാംക്ഷിക്കുന്നില്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ച് തീർക്കണം. ഞാൻ പറഞ്ഞത് ദേവി അഹിതമായി തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് വിഷ്ണുഭക്തനായ ചിത്രകേതു തന്റെ യാത്ര തുടർന്നു. ആ ഭക്തോത്തമനായ ചിത്രകേതുവിന് പിന്നീട് ത്വഷ്ടാവിന്റെ പുത്രനായ വൃത്താസുരൻ എന്ന പേരിൽ ജനിച്ചതും യുദ്ധത്തിൽ മരിച്ച് വിഷ്ണുപദം പ്രാപിച്ചതും. ആ ഭക്തോത്തമനായ ചിത്രകേതുവിന്റെ പാർവതിയുടെ ശാപവാക്ക് കേട്ടിട്ട് യാതൊരു സങ്കോചവും ഉണ്ടായില്ല. ഉടനെ വിമാനത്തിൽ നിന്നിറങ്ങിച്ചെന്ന് പാർവതി പരമേശ്വരന്മാരെ ഭക്തിപുരസരം കൈകൂപ്പി വണങ്ങിയ ശേഷം ദേവിയോടായി പറഞ്ഞു, ദേവി, അവിടുത്തെ ശാപവാക്കുകൾ ഞാൻ ശിരസാ വഹിക്കുന്നു. ശാപമോക്ഷം ഞാൻ കാംക്ഷിക്കുന്നില്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു തീർക്കണം. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു തീർക്കണം. ഞാൻ പറഞ്ഞത് ദേവിക്ക് അഹിതമായി തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് വിഷ്ണുഭക്തനായ ചിത്രകേതു തന്റെ യാത്ര തുടർന്നു. ആ ഭക്തോത്തമനായ ചിത്രകേതുവിനെ പിന്നീട് ത്രഷ്ടാവിന്റെ പുത്രനായ വൃത്താസുരൻ എന്ന പേരിൽ ജനിച്ചതും യുദ്ധത്തിൽ മരിച്ച് വിഷ്ണുപദം പ്രാപിച്ചത്. അതാണ് വൃത്താസുരന്റെ കഥ. അങ്ങനെയാണ് വിഷ്ണുപദം സ്ഥാപിക്കാൻ കാരണം. അങ്ങേരൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷ്ണുഭക്തനായിരുന്നു. അങ്ങനെ മരിച്ചിട്ട് ആദ്യം ഈ പാർവതി ശാപത്താലാണ് അങ്ങേര് വൃത്താസുരനായി ജനിക്കാൻ കാരണം. അങ്ങനെ മരിക്കാൻ കാരണം ആ മരിച്ച ഉടനെ തന്നെ ആ വിഷ്ണുപാദം ചേരാനുള്ള കാരണം അതുകൊണ്ടാണ്. മനസ്സിലായാലും നിങ്ങൾക്ക് നന്നായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നീളത്തിൽ കുറച്ച് കൂടുതൽ പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ 6ാം സ്കന്ധം ഇതോടുകൂടി തീർന്നു. നമ്മൾ ഇനി 7ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ 7ാം സ്കന്ധം തുടങ്ങും. അതില് ഫസ്റ്റ് കഥ ഹിരണ്യകശിപ്പു. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേശ്ശെ കേട്ടിട്ടുണ്ടാവും. ഹിരണ്യകശിപ്പു പ്രഹ്ലാദന്റെ കഥയുള്ളത്. 2ാമത്തെ കഥ ത്രിപുര ദഹനം. അങ്ങനെ 2 കഥകളാണ് അതിലുള്ളത്. മനസ്സിലായില്ലേ? ആ 2 കഥകൾ നമുക്ക് നാളെ തുടരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം.